ഇതിന്റെ ഭാഗമായ കാർഷികോത്സവം കഴിഞ്ഞ വർഷം വളരെ വിജയകരമായി സംഘടിപ്പിക്കുകയുണ്ടായി. ഈ വർഷം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കലാപരിപാടികളും ഘോഷയാത്രയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളുടെ മുൻകൈയോടെയുള്ള മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, ഇത് രണ്ടും പരമാവധി വിൽക്കേണ്ടത് കർഷകരെ സഹായിക്കാൻ ആവശ്യമായതുകൊണ്ട് പ്രദർശനമാണ് പ്രധാനമായിട്ട് ഇത്തവണയും സംഘടിപ്പിക്കുന്നത്. മറ്റ് ആഘോഷങ്ങളും പരിപാടികളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. എന്നാൽ കർഷകർക്ക് വേണ്ടി പ്രദർശനം വിപണനവും സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇത്തവണയും നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കണമെന്നാണ് കരുതുന്നത്. സെപ്റ്റംബർ 7 മുതലാണ് പരിപാടിയുടെ തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സെമിനാറുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 13-ാം തീയതി വരെ, 7 മുതൽ 13 വരെ. കഴിഞ്ഞവണ നമ്മൾ ഈ ഭാഗത്ത് തന്നെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇത്തവണ ചാക്കോളാസ് പവലിയൻ്റെ ഇപ്പുറത്ത് അവരുടെ തന്നെ ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെയാണ് എക്സിബിഷൻ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി തന്നെയാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വിഭിന്നമായി ഓരോരോ മേഖലയിലും ആ മേഖലയിൽ ഏത് കൃഷിക്കാണോ പ്രാധാന്യമുള്ളത് ആ കർഷകരുടെ സംഗമം എന്ന നിലയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൂവ കൃഷി, ആ മേഖലയിൽ കൂവ കർഷകരുടെ, കൂണ് കൃഷി വ്യാപകമായിട്ട് സ്ഥലത്ത് കൂണ് കർഷകരുടെ, അതുപോലെ നെല്ല്, കരുമാലൂർ നെല്ലിൻ്റെ, ആലങ്ങാട് കരിമ്പ്, അങ്ങനെയുള്ള 20 സെമിനാറുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ 3 ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു. ഇനിയുള്ള സെമിനാറുകളിൽ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നാളത്തെ സെമിനാർ യുവ കർഷക സംഗമം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. 13-ാം തീയതി സഹകരണ സംഗമം ശ്രീ VN വാസുവൻ തുറമുഖ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്നത്. അതാതിടങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് സംഘടിപ്പിക്കുന്നത്. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ വകുപ്പുകളുടെ ഏകോപനമാണ്. ഇപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ട് വെള്ളം, മൈനർ, മേജർ ഇറിഗേഷനുകൾ, പെരിയാർ വാലി ഇറിഗേഷൻ, കൃഷി വകുപ്പ്, മണ്ണ് സംരക്ഷണ വകുപ്പ്, തൊഴിലുറപ്പ് സംവിധാനം, പഞ്ചായത്ത് തല സംവിധാനം, ഒപ്പം തന്നെ സഹകരണ വകുപ്പ്, ഇവരെല്ലാവരും ചേർന്ന് മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ്, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി. അതിലിപ്പോൾ മണ്ഡലത്തിലുടനീളം നേരത്തെ നിങ്ങളോട് പങ്കുവച്ചതുപോലെ ഭൂജല വിഭവ ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട്. 3 മാസത്തോളം നീണ്ടുനിന്ന ഓരോ സ്ഥലത്തും വാർഡ് തലത്തിൽ തന്നെ പരിശോധനകൾ നടത്തി ഇറിഗേഷൻ വകുപ്പും തൊഴിലുറപ്പും പഞ്ചായത്തും ചേർന്ന് ഒരു ഭൂജല വിഭവ ഭൂപടം തയ്യാറാക്കി കഴിഞ്ഞു. 7.1 കോടി രൂപയുടെ ടെൻഡർ അത്രയും ഇതിനകത്ത് തന്നെ ആ വർക്ക് അവാർഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നീറിക്കോട് വരെയുള്ള ഈ നർണിത്തോടിൻ്റെ 1.32 കോടി രൂപയായിരുന്നു. എന്നാൽ 60 ലക്ഷത്തിന് തന്നെ ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു മാതൃക കോളനി എന്ന നിലയിൽ മാമ്പ്ര 4 സെന്റ് കോളനി, ഇപ്പോൾ കോളനി മാറി, അത് നേരത്തെ തന്നെ നമ്മൾ നന്മ ഗ്രാമം എന്ന പേരിലേക്ക് ഈ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആ പ്രദേശം മാറ്റിയിരുന്നു. അതിൽ തന്നെ 27 ലക്ഷം രൂപ മാമ്പ്ര തോട് ആഴം കൂട്ടി വൃത്തിയാക്കിയതിൻ്റെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായി ആ മേഖലയിൽ ഇത്തവണ വെള്ളം കയറിയില്ല, വെള്ളക്കെട്ടുണ്ടായില്ല. ഇടയാറ്റുചാൽ പദ്ധതിക്കായിട്ട് 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഓഞ്ഞിത്തോട്, അത് അനങ്ങാതെ കിടക്കുന്ന മട്ടിലാണ് കുറേ കാലമായിട്ടുള്ളത്. അതിലിപ്പോൾ 1.2 കോടി രൂപ അത് ഒഴുക്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഡ്രോൺ സംവിധാനം കർഷകർക്ക് FACTയുടെ സഹകരണത്തോടെ നൽകുകയാണ്. അതിലാദ്യത്തേത് ആലങ്ങാട് കൃഷിശ്രീക്ക് ഒരു ഡ്രോൺ അവരുടെ CSR സംവിധാനം വഴി നൽകി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പഞ്ചായത്തുകളിലും ഓരോ ഡ്രോൺ നമുക്ക് കീടനാശിനി തെളിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നൽകാനും ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇതാണ് കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വലിയ തോതിൽ തരിശു കിടന്ന കൃഷി ആയിരക്കണക്കിന് ഏക്കറിൽ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ 4 ബാങ്കുകൾ ഇപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആരംഭിച്ചു.
ആ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇ-കോമേഴ്സ് സംവിധാനത്തിലൂടെയും കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.